ആദ്യത്തെ പാട്ട് നല്ല പാട്ടല്ലേ? ഒന്ന് പോടാ, നീ എന്താടാ പറയണേ? അത് ഫസ്റ്റ് അതിന് മുമ്പ് പാടിയിട്ടുണ്ടാവും മറ്റേ എന്റെ കൽബി എന്ന് പറയുന്ന പാട്ട്, ഹിറ്റ് പാട്ട്. അതൊക്കെ എപ്പോ വന്ന പാട്ട്? അത് അതിന് മുമ്പ് വന്നതാണത്. പിന്നീട് അതിന് മുന്നേ ഒരു പാട്ടുണ്ട്, അതിന് മുന്നേ ഉള്ളതല്ലേ അത്. കരുണാക്കാരന് ശേഷം അതിനും മുന്നേ ഉണ്ട് കസവിന്റെ തട്ടിട്ടെന്ന് പറഞ്ഞ പാട്ടുണ്ട്. അതവനാ പാടി. മറ്റൊരു കളിക്കാൻ പോയിട്ടെന്താടെ? കപ്പടിച്ചൊന്നായിട്ട് ഞാൻ അന്നേ പറഞ്ഞാണ് നമുക്കൊരു ടീം ഇറങ്ങാം. അതിനിവിടെ ആരിയിരിക്കണം? അവന്മാരെല്ലാം ഇപ്പൊ ജോലിക്ക് പോയല്ലേ? പക്ഷേ കിച്ചൊക്കെ എവിടെയാടാ? ഇപ്പൊ അവന്മാരെ കാണാനില്ല. ഒരു വിവരം ഇല്ല. അടിയളിയ സത്യം പറഞ്ഞ എനിക്കിപ്പോഴും തോന്നുന്നില്ല കസവിന്റെ തട്ടിട്ടാണ് ആദ്യം ഇറങ്ങിയത്. നരനാണ് ആദ്യം ഇറങ്ങിയത്. കലക്കി നല്ല കൊതുണ്ടല്ലേ? കുറച്ചുണ്ട്. ഞാൻ ഒരു വണ്ടി എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. വണ്ടിയാ? എനിക്ക് പണ്ടേ അറിയായിരുന്നു നീ ഒരു വണ്ടി എടുക്കണവനാണെന്ന്. നീ എന്തിനാ എങ്ങനെ പറഞ്ഞേ? അച്ചൂടേ, നിന്റെ വീട്ടിൻ്റെ അടുത്ത് പുതിയ താമസക്കാർ വന്നല്ലേ? ഓടേ, ഒരു പയ്യൻ വന്ന് എപ്പോ കണ്ടാലും ചിരിക്കും. പാവം പയ്യൻ. അതിന് അടുത്തോട്ട് അവനെ കൂടെ വിളി. ചേരടാൻ പുതിയ ആളായല്ലേ? അത് വേണോ? അത് വേണം. നകുല. അത് വേണം. നകുലനെ? അതാര്? അത് വേണം കേട്ടോ. മറക്കല്ല കേട്ടോ. അതൊക്കെ ഉണ്ട്. അത് ചുറ്റൂരറിയാം. അതാര്? അതൊക്കെ ഉണ്ട്. അടുത്ത മാസം കൊടൈക്കനാലിൽ വിട്ടാലോ? മച്ചാ പോലാമാ. പോവാം. വീട്ടിലെ പക്ഷി മൃഗവും കൃഷിയുള്ളവർക്കൊന്നും പോകാൻ പറ്റൂല. അതിന് ആർക്കിവിടെ പക്ഷി മൃഗമൊക്കെ? ഇവിടെ നമ്മക്കാർക്കും ഇല്ല. നമുക്ക് പോവാം. ஆமாண்டா. ஆமாம், கண்டிப்பாக பார்க்கலாம். சென்னையில் வருவேன். நேரில் பார்க்க முடியும். நான் பார்க்கறதுக்கு வாய்ப்பு இருக்குது. நான் பார்க்க வருவேன். എന്നെ കണ്ടിപ്പാ അങ്ങ് பார்க்கலாம். അടുത്ത ഞായറാഴ്ച പോണ്ടേ? റിസപ്ഷന് വേണോ അതേ കല്യാണത്തിന് വേണോ? ഞാൻ ഫ്രീ ആണ്, നമുക്ക് രണ്ടിനും പോവാം. ഞായറാഴ്ചയാണ്. വീളി തന്നെ കൂടെ അടിച്ചിരിക്കുന്നു. നോക്കട്ടെ. முடியும்டா, பார்க்கலாம். கண்டிப்பாக பார்க்கலாம். ஆமாம். ഈ മാസം ഒരു EMI അടയ്ക്കാനുണ്ട് അളിയാ. പിന്നെ ഇപ്പടി പേച്ചുവാർത്ത എല്ലാം വരുത്. എനിക്കുണ്ട് 15 ചിട്ടി കൊടുക്കാൻ. ആമാ. ഞാൻ ഒരു EMI കൂടെ എടുത്താലാന്നാണ് ആലോചിക്കണത്. ഉള്ള പൈസ ചിട്ടിക്കൊക്കെ തീരും. പൈസ തന്നെ വേണം. കയ്യില് പൈസയൊന്നും കാണൂല. തമിഴാണോ സംസാരിക്കാൻ? എന്തൊരാമ തേങ്ങ. இந்த ஊர்ல பேச்சு மட்டும்தான் இருக்க முடியாதுடா. ഒറ്റപ്പാണ്. ശരിക്കും ചെന്നൈയിൽ എന്തായിരുന്നു പണി? EMI കാരൻ നീ പറയണ കൊല്ലയൊന്നുമില്ലല്ലോ. അയ്യോ, സാധനങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് എക്സ്പയറി ഡേറ്റ് EMI പേടിയൊന്നുമില്ല. ഇനിയും കുറെ EMI ഞാൻ എടുക്കും. EMI എടുത്തോണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നല്ലത് എപ്പോഴും കൃഷി തന്നെയാണ്. തുടങ്ങിയ സച്ചു ആടാ. ഒറ്റയ്ക്ക് എന്തിനാ മജു വാടാ. ഹലോ, സച്ചിൻ്റെ വീട്ടിൻ്റെ അടുത്ത് പുതിയതായിട്ട് താമസിക്കുന്നുണ്ട്. പോട്ടെ. ഹായ് ബ്രോ. സച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു
എൻ്റെ പേര് ജിത്തു. ഓക്കെ ഓക്കെ. ആ ബ്രോയുടെ പേര്? ഞാൻ ഷാൻ. ആ ആ ആ അത് ബ്രോയുടെ പേര്? എൻ്റെ പേര് ജോസഫ് കുരുവിള. ഓക്കെ ഓക്കെ. നല്ല താഴ്ച ഉണ്ടല്ലേ ഇവിടെ? കുറച്ചുണ്ട്. ആ അങ്ങനെ അടിക്കൂ എന്താണ്? വല്ലപ്പോഴൊക്കെ പറഞ്ഞ അടി ഇവിടെ നമ്മളൊക്കെ അല്ലേ ഉള്ളൂ. ജോയിൻ്റ് ആണെങ്കിൽ അടി അങ്ങോട്ട് പഞ്ചാബിനെ പോലെ ഇരിക്കുക. അടി അടി ഫ്രെയിം പാരുങ്ക ജി. അടിയാ അങ്ങോട്ട് അടി അടി. അത്രേ ഉള്ളൂ. എനിക്കൊന്നുകൂടെ തരും. കുട്ടി 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 ചുറ്റും ലൈറ്റ്സ് അടിക്കുമോ? എനിക്ക് ഇൻസാണ് ഇഷ്ടം. അജിനീമല്ല ഉണ്ടോ? വലി 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 ഇത് വലി ഇത് വലി വലി. ഇഎംഐക്കാരൻ നീ പറയണ പോലെ കൊല്ലയൊന്നുമില്ലല്ലോ. ജിത്തു ഇപ്പം എന്താ ജോലി ചെയ്യുകയാണോ? ജോലി ചെയ്യണം. ഞാൻ പണ്ട് കൺസ്ട്രക്ഷനിൽ സൂപ്പർവൈസറായിരുന്നു. അപ്പോൾ എനിക്ക് എഴുത്തിൻ്റെയും കൂടെ ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തേങ്ങ വെട്ടാൻ പോണു. അതിപ്പോ ഉയരങ്ങളിലാണ്. ഫുൾ ടയറിലാണ്. ഫുൾ ടയറിൽ. ജോസഫ് ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ വന്ന് ചെന്നൈയിൽ ഇരുந்தேன். കൊഞ്ചം ഞാൻ പണ്ട് ചെന്നൈയിൽ സിനിമ എന്ന് പറഞ്ഞ് നടന്നതാണ്. ഇപ്പം ജോലിയും കൂലിയൊന്നും ഇല്ല. അപ്പം തിരിച്ചു പോന്നോ? തിരിച്ചു വന്നില്ല, ഇങ്ങോട്ട് വന്നു. മജ്ജിപ്പം എന്ത് ചെയ്യണു? ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ബ്രോ. അതൊക്കെ ഒരു വലിയ കഥയാണ്. അവിടെ കല്യാണം കഴിഞ്ഞു. എന്ത് എന്നാ വെച്ചടാ അവൻ എന്നെ അവിടെ ഇങ്ങനെ മജു ഡാ എൻ്റെ പെങ്ങള് ജാഗറിനോട് അവൾക്ക് ഈ അവസ്ഥയായത്. ഈയിടയ്ക്ക് അവളുടെ കല്യാണം കഴിഞ്ഞു. അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു ചെറുകെട്ടുമായിട്ടാണ് കല്യാണം നടത്തിയത്. ഞാനാണ് കല്യാണം നടത്തി കൊടുത്തത്. അവരടങ്ങി ഒരു കഞ്ചാവ് കേസിലെ പ്രതിയാണ്. SI ഇടിച്ച കേസ് വേറെ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുത്തനുമായിട്ടാണ് ഞാൻ അവളുടെ കല്യാണം നടത്തി കൊടുത്തത്. ഞാനൊന്നും നോക്കാതെ ഒന്നും അന്വേഷിക്കാതെയാണ് ഈ കല്യാണം നടത്തിയത്. ഇപ്പോൾ ഡിവോഴ്സായി അവൾ വീട്ടിൽ വന്നേക്കണം. ഞാൻ കാരണം അവളുടെ ഗതിക്കനായി. എനിക്കതുകൊണ്ട് ഇതൊന്നും സഹിക്കാൻ പറ്റണില്ല. എനിക്ക് അതുകൊണ്ട് ഒരു കാര്യത്തിൽ സന്തോഷിക്കാനും പറ്റണില്ല. ഡാ മജു ഇരിക്കടാ. സോറിടാ, എന്നെ കാരണം നിങ്ങളും ഓഫായി. അത് കുഴപ്പമില്ല. ഇതൊക്കെ എല്ലാവർക്കും പറഞ്ഞ കേസല്ലേ. നിനക്കെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞാൽ മതി. എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോണു. ഞാനും കലമ്പുണ്ട് നാളെ പകരം
ഇവിടെ ഇരിക്കുമ്പോൾ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരുന്നല്ലേ? മജു ജോയിന്റ് വലിക്കൂ? ഇല്ല ഞാൻ ജോയിൻ്റ് ഒന്നും ആക്കിയില്ല. അവിടെ നിന്ന് ചാടി നീന്തണം. സൂര്യ എങ്ങനെ കറങ്ങണേന്ന് അറിയാമോ? കിട്ടിയളിയാ കിട്ടി. രണ്ടെണ്ണോട് ഇടളിയാ. പോടാ, നീ വേണേ കയറിയാ അളിയാ കേരളിയാ. എടാ പോടാ മജു. മച്ചാ കേറ് മച്ചാ. അയ്യടാ കയറാൻ വയ്യടാ. മജു ഡേയ്, നീ കരിക്ക് നീത്തി അടിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്ത് കരിക്ക് വീട്ടി അടിക്കാത്ത? ചിത്തു അടിക്കളിയാ. കരിക്കിലൊഴിച്ചടിക്കുന്നത് മധുരമാണോ? നിങ്ങൾ കളിയാ. മജു അനാർക്കലി അടിച്ചിട്ടുണ്ടോ? അവിടെ തോറ. ഡേയ് മജു, ഈ ജിത്തു കാണും പോലെയൊന്നും അല്ല. വേറെ അടിക്കേസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ മുഖമുണ്ട്. അങ്ങനെയല്ല. ഞാൻ അന്ന് എൻ്റെ ബർത്ത്ഡേ അന്ന് വണ്ടി പോയ ബാക്കി കിടന്ന് ഒരുത്ത് ഭയങ്കര ഹോണടിക്കും കൊണയടിക്കും. എൻ്റെ ഹാപ്പി മൂഡ് പോയാടേ. അതാണെന്ന് അങ്ങനെ പറ്റിയ. ഹാപ്പി മൂഡില്ലെങ്കിൽ ശരിയാവൂല. അതെങ്ങനെ കൊണയടി പറ്റും? ഹോണടിക്കാൻ പറ്റും, കൊണയടി എങ്ങനെയാണ്? അതേതാ സ്വിച്ച്? ജിത്തു എപ്പോഴും ഹാപ്പി ആണല്ലേ? ഹാപ്പി മൂഡ് ചിത്തു. അത്രേ ഉള്ളൂ. ഹാപ്പി മൂഡില്ലെങ്കിൽ ഒന്നുമില്ല. ഡേയ് ഒരുത്തിനെ വെട്ടാനും ഓടിച്ചിട്ടുണ്ട്. ഓ അത്രയ്ക്കൊന്നുമില്ല. ചുമ്മാടാ തള്ളണത്. ഡേയ് തള്ളൊന്നും അല്ല. ഗുണ്ടയാണോ? ഇവിടെ പണ്ടൊരു പേരയ്ക്കമരം ഉണ്ടായിരുന്നു. അജു ഒരെണ്ണം കൂടെ കഴിക്കട്ടോ. അടിയടാ. എഴുത്തച്ഛനെ അറിയാം, നല്ല കവിയാ, ഉണ്ടാക്കും കുറെ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മുണ്ടെടുക്കും. അത്രേ ഉള്ളൂ. മുണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ പേശ കൊടുക്കും. ഞാൻ പേശ കൊടുക്കുന്നത് ആരക്കടാ നോക്കേണ്ടത്? എണീക്കടാ, സ്കൂളിൽ പോകാൻ എണീ. അരി മജുടാ, നിനക്ക് ലാനൊന്നും ഇല്ലായിരുന്നാടാ? 10 പഠിച്ചപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം വിവരമൊന്നുമില്ല. പിന്നെ ഇൻസ്റ്റ സെർച്ച് ചെയ്തപ്പോൾ ജർമ്മനിയിലാണെന്ന് അറിഞ്ഞു. ജർമ്മനിയിലാണെങ്കിൽ നീ ഒന്നെങ്കിൽ അങ്ങോട്ട് പോണം. പാസ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പൊ എന്ത് നമ്മളെ അടുത്ത മാസം കൊടൈക്കനാല് പോകുമ്പോ നമുക്ക് മധുര കമ്പം തേനി വഴി കട്ട് ചെയ്ത് അങ്ങ് പോവാ. അതെങ്ങനെ? മധുര കമ്പം തേനി വഴി പോവാടാ. മധുരയിൽ നല്ല ബമ്പറോട്ട്. മല്ലിപ്പൂ കണ്ണ് വയ്പ്പോം തഞ്ചാവൂർ പോകാരടി അതനെ കണ്ണ് വയ്പ്പോം. മജു നീ ഒരു കലാകാരനാണ്. മജുടെ ഒരു ഡാൻസ് കളി കളിയാ. അങ്ങനെ വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ. പണ്ട് സ്കൂളിൽ ആനുവൽ ഡേക്ക് കളിച്ച ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ അത് മതി അറിയാനുള്ള കളി. മ്യൂസിക്. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. സങ്കടമീ വിധമെന്തിനു തന്നതു സാമ്പ സദാശിവനേ, തുംഗജലാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, വിധമെന്തിനു തന്നതു ശിവശംഭോ 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 ശംഭോ. നന്നായിട്ട് ഡാൻസ് കളിക്കും കേട്ടാ. നീ മറ്റേ ഡീഫോ ഡാൻസിലൊക്കെ പോവാത്തത്? മജു അടുത്ത ഡാൻസിനാണ്. അതേ പാട്ടാ. മൈക്കിൾ ജാക്സൺ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ
ഒരു ദിവസം രാവിലെ ഞാൻ അമ്മ അന്ന് ചോറ് കൊണ്ട് കളഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, കൂട്ടുകാരെല്ലാവരും കൂടെ ബിരിയാണി മേടിച്ചപ്പോൾ എനിക്ക് ബിരിയാണി കഴിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ ചോറ് കൊണ്ട് കളഞ്ഞിട്ടാണ് അമ്മ രാവിലെ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന ചോറാണ്. പക്ഷെ ഞാൻ അത് കഴിച്ചില്ല. എപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാണ്. ഞാൻ പോടും. എടാ അതിപ്പോ നമ്മളും സ്കൂളിൽ പഠിക്കുമ്പോ കുറെ ചോറൊക്കെ കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ലടാ, അവൻ നമ്മുടെ അടുത്ത് വിഷമം പറയണല്ലേ. ഓ അങ്ങനെ. അവൻ്റെ ഒരുപാട് വിഷമങ്ങളുണ്ട്. നമ്മുടെ അടുത്തല്ലടാ ഇതൊക്കെ പറയാൻ പറ്റും. പാവടാ, അവൻ ഒറ്റപ്പെട്ട ജീവിതമാണ്. So sad. എന്റെ ഈ കൈ കണ്ടോ? ഇത്തോ, ഇതില് full അടിയെടാ. ഇലകളാണ്. പിയോ പിയോ. പിയോ പിയോ എന്ന് വെച്ചാൽ എന്താ? പിയോ പിയോന്ന് വെച്ചാ അത് വലിയ സംഭവമാണ്. പിയോ പിയോ എന്ന് വെച്ചാൽ കുടിക്കുന്നതാണ് മലയാള അർത്ഥം. എൻ്റെ ഒരു കഥ ഉണ്ട്. ഒരു പുലിയെ പാമ്പ് കൊത്താൻ പറഞ്ഞ ജിത്തുവിന് ഹിന്ദിയൊക്കെ അറിയാമോ? ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പക്ഷെ പുലിയും പാമ്പും നമ്മുടെ കയ്യിൽ വേണം. ഞാൻ പണ്ട് സൈറ്റ് സൂപ്പർവൈസർ അല്ലായിരുന്നു. ഹിന്ദിക്കാരന്മാരായിട്ട് മച്ച കമ്പനിയാണ്. പുലിയും പാമ്പിനെ നീ ഒപ്പിക്കോ, ഹിന്ദി എടുക്കാം. എല്ലാരും ഇവിടെ ശ്രദ്ധിക്കും. പണ്ട് എൻ്റെ അടുത്ത് സൈറ്റ് ചെയ്യുന്നൊരു ബംഗാളി പറഞ്ഞ് അച്ചാസെ തേക്കുമെന്ന്. എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ചാ നേരെ നോക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞ് അച്ചാസെ ഞാൻ നഹി അച്ചാസെ മേ ദേക്കേഗ. എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ചാൽ നേരെ അല്ലെങ്കിൽ നേരെ അല്ലാതെ ഞാൻ നോക്കിക്കോളാം. ഞാനൊരു കലാകാരനാടാ. ഞാൻ സിനിമയിൽ അഭിനയിക്കട്ടെ, എന്നിട്ട് വെള്ളം അടിക്കട്ടെ, എന്നിട്ട് വീണ്ടും സിനിമയിൽ അഭിനയിക്കട്ടെ, എന്നിട്ട് വീണ്ടും വെള്ളം അടിക്കട്ടെ, വീണ്ടും സിനിമയിൽ അഭിനയിക്കട്ടെ, എന്നിട്ട് വീണ്ടും വെള്ളം അടിക്കട്ടെ. അടുപ്പുണ്ടാടേ. നാഗവല്ലി മനാമണി മാണിക്യ വാസക മൊഴികൾ നൽകി ദേവി. മാണിക്യ വാസക മൊഴികൾ നൽകി ദേവി. മാണിക്യ വാസക മൊഴികൾ നൽകി ദേവി. എന്താ അത്? അവന് എന്ത് പറ്റി? പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? പണ്ടൊക്കെ എനിക്ക് പനി പിടിച്ച് കിടക്കുമ്പോൾ എന്നെ ഒരു ജോലി ചെയ്യാൻ എൻ്റെ അമ്മ സമ്മതിക്കില്ല. പക്ഷേ ഒരു ദിവസം അമ്മയ്ക്ക് പനി പിടിച്ച് കിടന്നപ്പോൾ അമ്മയെ സഹായിക്കാൻ പോലും നിൽക്കാതെ ഞാൻ കൂട്ടുകാരോടെ ക്രിക്കറ്റ് കളിക്കാൻ പോയി. എന്നിട്ടമ്മ ഒറ്റയ്ക്ക് സുഖമില്ലാതെ കഞ്ഞിയും വെച്ച്, എന്നിട്ട് ആ കഞ്ഞിയാണ് ഞാൻ കുടിച്ചത്. അമ്മയ്ക്കൊരാവശ്യം വന്നപ്പോൾ ഞാൻ സഹായിക്കാനില്ല. നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷേ എനിക്കത് തമാശ അല്ല. ഞാൻ ഒരു മഹാപാപിയാണ്. ഞാൻ പോണു. എടാ മജു പോലെ. എടാ ഏയ് മജുവേ, ഞാൻ പോകണ്ടോ? കൊച്ചൂടേ നീ വന്നോണ്ടോ, കാര്യം പറയാനുണ്ട്. കൊച്ചൂടേ നീ വന്നാണ്. ഞാൻ പറയണമെന്ന് വേറെ ഒന്നും തോന്നുന്നില്ല. അടുത്തോട്ട് അവനെ വിളിക്കണ്ട. ആര്? മജു. പക്ഷെ അതെന്താ അവൻ വന്നാൽ ശരിയാവൂല. അവൻ വന്ന അത് അവന്റെ വിഷമങ്ങളെ തുറന്നു കംപ്ലീറ്റ് മൂഡ് ഒന്ന് പോയി. എനിക്കാണ് ഇഷ്ടമല്ല. അത് അവന്റെ ഒരു മൈൻഡ് അങ്ങനെയാണ്. എങ്കിൽ വേണ്ട, അടുത്ത സ്കീമിന് വിളിക്കണ്ട. എങ്കിൽ നീ അടുത്തോട്ട് അവനെ വിളിക്കണ്ട.
മറ്റന്നാ എൻ്റെ ബർത്ത്ഡേ ആണ്. എന്നാ ശരി. ഫുള്ള മൂഡ് ഓഫ് ആക്കി കളയും. അവൻ്റെ ഒരു മൈൻഡ് അങ്ങനെ, നമ്മളത് മൈൻഡ് ആക്കായിരുന്നാൽ മതി. ஆமாம் மச்சான். ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ ഇനി വിളിക്കല്ലെന്ന്. അടുത്തോട്ടം വിളിക്കല്ല്. ജിത്തു തുടങ്ങളിയാ. എനിക്കാ കളിയാ ആദ്യം. വല്ല വവ്വാലങ്ങനെ തന്നെയാണ് അളിയ അവിടെ തൂങ്ങി കിടക്കണേ. അളിയ ന്യൂ ഇയറിന് ഇത്തവണ നമുക്ക് പോകണ്ട എവിടെയെങ്കിലും. പൈസയൊന്നും ഇല്ലടേ, എവിടെ പോയി? மச்சான் நமக்கு പോണ്ടിച്ചേരി പോയാലോ? പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയൊക്കെ ചെലവടാ, വീട്ടിൽ നിന്ന് നല്ല വെള്ളം അടിച്ചാൽ പോലെ. എവിടെയെങ്കിലും പോണെങ്കിൽ മുമ്പേ പറയണടാ. ന്യൂ ഇയറിന് ഏതാ ദിവസം പറഞ്ഞ? 1-ാം തീയതി അല്ലേ? അതല്ല, വ്യാഴമാണ്, ബുധനാണ്, സാറ്റർഡേയാണ്. സച്ചു വിളിച്ചില്ല? ഞാൻ വിളിച്ചിരുന്നടാ, നീ ഔട്ട് ഓഫ് കവറേജ് ഏരിയായിരുന്നു. എവിടെയായിരുന്നു നീ? ഞാൻ കുറേ ആയിട്ടും വിളിച്ച്, ഇതുവരെ കിട്ടിയില്ല. ഞാൻ ഓട്ടോ കവറേജ് ഒന്നും അല്ലായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ജിത്തു. സച്ചുവിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടായിരുന്നു. മജു അടിയാളിയാ. അവിടെ നിന്ന് ഇടത്തോട്ടാണോ നേരെയാണോ? ഈ ഇടതും നേരെയും കൂടെ കൂട്ടിമുട്ടും, ഒരു റോഡാവും. ജിത്തുവിന് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ലോലിപോപ്പിലെ അസലായി അസലായി പാട്ട് പാടി തരട്ടെ? വേണ്ട. പോലാമാ? പോലാമെന്ന് വെച്ചാൽ എന്താണ്? പോലാമെന്ന് വെച്ചാൽ പോവാം, പോവാമോ എന്നാണ് അർത്ഥം. എവിടെ പോയി? ഈ തോട്ടിലാണ് ഞാൻ ഇവിടെ കുളിച്ചിട്ടുള്ളത്. ഞാൻ പറയണ നമുക്ക് നല്ലൊരു കുലുക്കി കടയിടാം. എൻ്റെ റമ്മ് കുലിക്കാൻ. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി. കേരളത്തിൻ്റെ പഴയ സംസ്കാരങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു. പണ്ട് വീട്ടിൻ്റെ അടുത്ത് ഉത്സവമാകുമ്പോൾ ഞാനും അച്ഛനും അമ്മയും സഹോദരിയും കൂടെ തെയ്യം കാണുന്നു. ഇപ്പം അതുപോലൊരു തെയ്യം കാണണമെങ്കിൽ പറ്റുന്നില്ല. എങ്ങനെ ഇതൊക്കെ സഹിക്കും? പഴയ കേരളമൊന്നുമല്ല, പഴയ ഉത്സവമല്ല. അതുപോലൊരു തെയ്യം കാണാൻ എനിക്ക് കൊതിയാണ്. പറഞ്ഞാ വിളിക്കണ്ടെന്ന്. അയ്യോ 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 എൻ്റെ അമ്മ. അയ്യോ
കാര്യം കഴിഞ്ഞ് വിട്ടിടണം അമ്മ ഇട്ട് ചോറ് നീ കൊണ്ട് കാര്യം പോയില്ലടാ താഴെ വിട്ടിട്ട് എടാ മജു, അന്ന് ജിത്തു അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ അന്ന് ചെയ്തില്ല, ഇങ്ങനെ അതത്ര കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. മൂഡിലേക്ക് പറഞ്ഞാണ്. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനല്ലേ അന്ന് വെറുതെ നിങ്ങളെ കൂടെ മൂഡ് ഓഫ് ആക്കിയത്. ബ്രോ അറിയാതെ പറ്റിയതാണ്, ക്ഷമിക്കണം. അത്രേ ഉള്ളൂ. അജുനും കൂടെ പറഞ്ഞ വഴിയടാ. വേണ്ട വേണ്ട വേണ്ട, ശരിയാവില്ല ശരിയാവില്ല, ഞാൻ അടിച്ച് ശരിയാവില്ല. വെറുതെ നിങ്ങളുടെ മൂടും കൂടെ കളയാനായിട്ട്. നിങ്ങളടി എൻജോയ്. അത് കുഴപ്പമില്ലടാ, നീ എത്ര തവണ അടിച്ചോ, ഒരു കുഴപ്പമില്ല. നിന്റെ വിഷമം ഫുള്ള് ഞാൻ കേട്ടോളാം, നീ പറ. ഒരു കുഴപ്പമില്ല, നീ അടിയടാ, പറഞ്ഞ അടിയടാ അതും കൂടെ. അടി കളിയാ, ഒരു കുഴപ്പമില്ല, നീ അടി. ഒന്നുകൂടെ ഒഴി. ഹാപ്പിയാണ് ഈ വർഷം തൊട്ട്, ഹാപ്പി. ഉമ്മയാടാ കൂട്ട, ഉമ്മ. ഈ പുരയുടെ ഒക്കെ കൊടുക്കായിട്ടൊക്കെയാണോ? 500 രൂപ. മധുരിക്കും ഓർമ്മകളെ മഞ്ചൽ കൊണ്ടുവരൂ, ഞങ്ങളെ ആളെ മാറിപ്പോച്ചു. മാഞ്ചുവട്ടിൽ കൊല്ലട്ടാണോ നിന്നെ കുത്തിരിഞ്ഞ് ഇത് വേറെ ഇയാൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്, തർക്കങ്ങളാണ് വീട്ടിൽ നിലനിന്നിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട്, അതായത് ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറി നിന്നു. 2ാം നിലയിൽ കയറി നിന്ന ഇയാൾ പിന്നീട് ആത്മഹത്യാ ഭീഷണിയും മറ്റ് ആക്രമണ ഭീഷണിയും ഒക്കെ മുഴക്കി. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾ മതി കൂടുതലാക്കണ്ട. ആക്ഷൻ. അത് കുഴപ്പമില്ല, അത് വിഷമമില്ലാത്ത എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മൾ